അണ്ണാ അണ്ണാ സദാശിവനില്ലേ? സദാശിവൻ പോയി മക്കളെ. എന്നാ പോയേ? നീ ആര്? ഈ വീട് വിറ്റിട്ട് പോയി, രണ്ടും കൂടെ ഭാര്യ ഇല്ലാട്ട് പോയി. അണ്ണാ ഞാൻ പൈസ കേട്ട് 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 എന്നെ തലയിൽ വിളി വന്ന്. തമിഴ്നാട്ടിലൊക്കെ തല കൂടാണ്. പൈസ കേട്ട് തലയിൽ വിളി വന്ന്. ഭയങ്കര വിഷയം. ഭയങ്കര വിഷയം. അവ ഇല്ലട ഇറക്കാം, അവനെങ്ങാണ്ട് പോയെന്നവൻ. ഞാൻ ആരെന്ന് നനച്ചേ? എന്നാ ഞാൻ 7 നനച്ചേ. എണ്ണ വേണോ? എണ്ണ വേണമെങ്കിൽ കടയിൽ പോണം. ഇവിടെ കിട്ടത്തില്ല, അവൻ കടയിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. കിണ്ടല് കിട്ടുമോന്ന് അറിഞ്ഞൂടാ. 1 കിലോ 2 കിലോ കണക്കൊക്കെ കിട്ടുമായിരിക്കും. അടച്ചൊക്കെ പിന്നെ നമ്മളെന്ത് ചെയ്യാൻ വലിക്ക്, അല്ല ഇപ്പൊ എന്ത് ചെയ്യും? സദാശിവൻ ഇല്ലെന്ന് എല്ലാം കൂടെ വിറ്റ് ഭാര്യയൊക്കെ ആയിട്ട് പോയി. എവിടെയോ പാത്ത മാതിരി ഇരിക്ക എന്നെ മോഞ്ചി. ഒരിക്കലും അങ്ങനെ ഇരിക്കില്ല. എവിടെയോ പാത്ത മാതിരി ഇരിക്കേ. ഇല്ല പുള്ളിയുടെ വൈഫില്ലേ? ഇല്ല, അവളും പോയി. ഒന്നിച്ച് എവിടെ പോയി, 2 പേരും കൂടെ നാട് വിട്ടു പോയി. പോയതാ. എന്നാ പണിയാ ചേച്ചി കാണിക്കുന്ന? പൈസ മേടിച്ചിട്ട് എത്ര നേരമായി? എനിക്ക് 1 രൂപ പോലും തന്നിട്ടുണ്ടോ കയ്യില്? രൂപ 50,000 എണ്ണി മേടിച്ചപ്പോ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. മേടിച്ചപ്പോ എന്തൊക്കെയായിരുന്നു? പാലും തേനും ഒഴിവായിരുന്നല്ലോ. ഇതാരാ ഇത്? ഞാൻ വന്നപ്പോ ഇവിടെ ഉണ്ട്. നിങ്ങൾ ആരാ? എനിക്ക് മനസ്സിലായില്ല. ഞാനങ്ങ് ദൂരെ വരുവാ. അല്ല, ഇവിടെ വന്നെന്തിനാ? പച്ചവെള്ളം തരാവാ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, എന്റെ കാര്യം പറ. എന്റെ പൈസ എപ്പോ തരുമെന്ന് പറ. അറിയാത്ത ഒരാൾ വന്ന് എനിക്കതൊന്നും അറിയണ്ട. അറിയാത്തതോ അറിയുന്നവരോ ആരും വരട്ടെ. 50,000 എണ്ണി മേടിച്ചപ്പോ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. നന്നായിട്ട് മലയാളം പറയുന്നത്. എനിക്ക് മലയാളം നന്നായിട്ട് അറിയാം. ഞാൻ എത്രയോ വർഷമായിട്ട് തമിഴ്നാട്ടിൽ നിങ്ങ വന്നേ. നിങ്ങൾക്ക് മുഴുവൻ കടമാണ്, മുഴുവൻ കടം. ഈ ചുറ്റുപാട് മുഴുവൻ കടം. നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? 9. ഇതിനെവിടെ നിന്ന് നേരം കിട്ടുന്നു? മക്കളേടാ, അവളെ കുറ്റം പറയല്ലേടാ. അങ്ങനെ കടം മേടിക്കുന്നവർക്ക് 9 പിള്ളേരെ എന്തോ കുഴപ്പം? എന്തോ കുഴപ്പമൊന്നും അല്ല. അങ്ങനെയാണ് ഇന്ത്യ ലോകരാജ്യത്തിന്റെ മുഴുവൻ കടം മേടിച്ചേക്കുമല്ലേ എന്നും പറഞ്ഞ് ഇന്ത്യ പിള്ളേരില്ലായിരിക്കാണ്. ഭയങ്കര അറിവാണ് കേട്ടാ. ദിവ്യനാണ്. പിന്നെ ഞാൻ അങ്ങനത്തെ അല്ല. നിങ്ങളെപ്പോലൊരു സുന്ദരിയായ ഭാര്യ എങ്ങനെ അയാൾക്ക് കിട്ടി? എനിക്കതാ അറിയാൻ പാടില്ലാത്തത്. സത്യം പറഞ്ഞാൽ നിങ്ങളെ കണ്ടിട്ടാണ് ഞാൻ ആ പൈസ കൊടുത്തത്. അതാദ്യം ഒന്ന് മനസ്സിലാക്കി. അതെ, ഞാനേ എനിക്ക് ദിവസത്തെ അതാദ്യം എന്തോ മാമ, കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ട, പറഞ്ഞോണ്ടിരിക്കുവല്ലേ. ഒരു കാര്യം ചെയ്യുക, ഈ പ്രാന്തന്റെ കൂടെ ജീവിക്കുന്നതിൽ നല്ലത് വേറെ 6 കൂടെങ്കിലും ഒരു ഡിവോഴ്സ് വാങ്ങിച്ചു പോകും. സത്യം. ഇങ്ങനെ ഒരുത്തനെയാണല്ലോ എന്റെ തലയെ കെട്ടിവെച്ചെന്ന് ആലോചിച്ച് എത്ര ദിവസം സങ്കടപ്പെട്ടിട്ടുണ്ടെന്ന്. എവിടെങ്കിലും പോയിട്ടുണ്ട്, തിരിച്ചു വിളിക്കാൻ നിൽക്കണ്ട. പോയ വഴി പോട്ടെ. അങ്ങ് പോട്ടെ. കുടുംബം നോക്കുവല്ലേ. പറയല്ലേ മക്കളെ, പ്രായമായ ഒരാളല്ലേ മൂഞ്ചി എങ്കേ പാത്തു മാതിരി ഇരിക്കുന്നത്. എങ്കേന്ന് തന്നെ ഒരു ഇതുമില്ലല്ലോ. പിന്നെ ഞാനാന്ന്. അയ്യോ, നിങ്ങളെ ഈ വേഷം. ഞാൻ അളിയൻ്റെ പോയി നാടകത്തിന് എടുത്തു വെച്ചു. പിന്നെ എവനെ പറഞ്ഞു വിടാൻ വേറെ വഴിയില്ല. ഈ ഒരു കാര്യം എന്തായാലും പറഞ്ഞ കൈ എന്തെങ്കിലും ഡയലോഗ് പറഞ്ഞാൽ മതിയാ? എന്തായാലും കൈ നിട്ടേ 110. അയ്യോ, 50,000. എന്നാച്ച് ചേച്ചി? ചേച്ചി കൊന്നാടാ എന്റെ മോളെ. നീ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് കൊന്നാടാ എന്റെ മോളെ. ഇറങ്ങി പോകാൻ. നിങ്ങളാണ് ഈ കുഴപ്പക്കാരൻ. നിങ്ങൾ ഒറ്റടുത്താണ് ഈ കുഴപ്പമുണ്ടാക്കിയത്. നിങ്ങൾ ഇറങ്ങിപ്പോ. ഞാൻ പൈസ മേടിക്കാൻ വന്ന ആളല്ലേ. നിങ്ങൾക്ക് ഇപ്പൊ ഞാനൊരു ബുദ്ധിമുട്ടായില്ലേ? പിന്നെ ബുദ്ധിമുട്ടായതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചേ. പത്തനാപുരത്തൊരു കാത്തിപ്പൻ പ്രായമായവരെയൊക്കെ മാന്യമായിട്ട് നോക്കുന്ന സ്ഥലം വന്നാ കേട്ടത്. മക്കൾ ഇവിടുന്ന് പിരിവും മേടിച്ചോണ്ട് പോണതിന് മുമ്പ് എന്നെ എവിടെ കൊണ്ടുവന്നാക്ക്. നീ അവളെ കൊന്നില്ലടാ. ഞാനോ? നീ പിരിവ് ചോദിച്ചവളെ കൊന്നില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല. നാട്ടുകാരെ ഓടിവായോ, ഞാൻ ഇവിടെ കൊല്ലുന്നേ. കേരളത്തിൽ നിന്ന് വന്നു നിരപരാധിയാടാ. കിടക്കണേ ഞാനൊന്നും பண்ண மாட்டேன். இந்த கொலையை நான் பண்ண மாட்டேன். இந்த அடுத்த கொலையை பண்ண மாட்டேன். நான் பண்ண மாட்டேன். செய்ய மாட்டேன். இந்த கொலை செய்து நான் ரஜினியை பார்த்திருக்கு, கமலினை பார்த்திருக்கு. இந்த மாதிரி ஒரு நடிகரை பார்க்கவே இல்லை. ஐயோ, கையை நின்று அடிக்கணே. நீ கொந்தில்லையாடா? நீ கொந்தில்லையாடா? தலைவேதனை எடுக்கணும். ஐயா மிண்டாதீங்க. നീ കൊന്നില്ലടാ കൊച്ചിനെ.
നീ നോക്കിയോ ഞാനിപ്പോ പോലീസുകാരെ നാട്ടുകാരെ വിളിച്ചു കൂട്ടും പ്രസീതമാളെ ഓടി വായോ ഒരു നാടൻപാട്ട് വായോ പാടോ അയ്യാ എന്നെ വേണമെങ്കിൽ ചെയ്യാം 50,000 രൂപ ഒരു പാവാണ് 50,000 രൂപ ജീവിതം 3 മക്കളുണ്ട് 10 രൂപ വേണോ വേണ്ട 50 രൂപ 50,000 എടുത്താ വെറുതെ വിടാം അല്ല രട്ടയില്ല മക്കളെ അതുകൊണ്ടാ അണ്ണാ എന്തിനാ എന്നോട് ഈ ചതി മോനെ ഓടി വായോ ശബ്ദം കൊടുക്കോ ഒരു കൊച്ചു മരിച്ചു കിടക്കണേ അണ്ണാ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന പൈസ തന്നെ ഓടി വായോ ഓടി വായോ അണ്ണേ പാവണ്ണായി എவ்வளவே നാളാച്ചിന്റെ കേരളത്തിൽ വന്നിട്ട് ഇത്രമാത്രം ഒരു വേല എന്നെ ചെയ്യ മാട്ടെ ആരും ചെയ്യ മാട്ടെ ഇപ്പൊ പോലീസിനെ വിളിക്കും ഇല്ല പോക്കോ എവിടാന്ന് വെച്ചാ പോക്കോ കണ്ടുപോരുത് കേരളത്തിൽ இல்ல കേരളത്തിൽ அண்ணே இந்த மாதிரி மூஞ்சி நான் எங்கேயோ பார்த்திருக்கேன் இல்ல இல்ல അവന്റെ അമ്മമ്മയുടെ തേങ്ങ സെറ്റിയായിട്ട് വരാ ഇപ്പൊ തന്നെ അത് കൊടുത്തില്ലെങ്കിൽ 20,000 ഓക്കെ ഒന്നുകൂടെ അങ്ങ് കൂട്ടി 21,000 അവിടെ തരാം എന്തോ ചെയ്യൂ കൊച്ചേ ഡീ ഹലോ ഡീ തീർന്നു തോന്നുന്നു എട്ടോ ഈ പൈസ കൊണ്ട് എവിടെയും പോവാം എടി 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 അവൻ പോയടി 50,000 രൂപ എല്ലാവർക്കും പൈസ കൊടുത്തു ബാക്കി പൈസ ഉണ്ട് എങ്ങനെയുണ്ട് കിടക്കാല്ലായിരുന്നു ഒത്തുലോപുരത്തര അതെങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ബുദ്ധി എങ്ങനെ ഉണ്ടായിരുന്നു അതാണോ ബുദ്ധി അവനിങ്ങനെ വന്നപ്പോഴേക്കേ ഞാൻ കണ്ണിങ്ങനെ ചുരുട്ടി വെച്ചിട്ട് ഞാൻ ബോധം കെട്ട് വീണ എന്റെ ബുദ്ധി എങ്ങനെ ഉണ്ടായിരുന്നു അതാണ് ഏറ്റവും വലിയ ബുദ്ധിയാണ് போகுவான்னு சொல்லிட்டு அந்த மாவின் சோட்டில் ஒளிச்சிருந்த எந்த புத்தி அப்படி இருக்க നല്ല ബുദ്ധി